അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം എല്ലാവരും നിത്യജീവിതത്തിൽ പലവിധ പരിഹാര മാർഗങ്ങൾ തേടുന്നതിന് വേണ്ടി ആത്മീയമായ ദിക്റുകളും ദുആകളുമൊക്കെ പതിവാക്കുന്നവരാണ്. നാം എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യ ജീവിതത്തിൽ ആവശ്യങ്ങൾ നിറവേറാൻ ഒരുപാട് ആളുകൾക്ക് ഉണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ നാം എല്ലാവരും തേടുന്നൊരു പരിഹാര മാർഗമാണ് വേദനക്കുള്ള പരിഹാര മാർഗം. നമ്മുടെ ശരീരത്തിൻ്റെ പല പാർട്സുകളിലും പലവിധ പെയിനുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനേകായിരം ആളുകളെ നമ്മുടെ കൺമുന്നിൽ ദിനേന കാണുകയാണ്. ശരീരത്തിൻ്റെ അകത്തും പുറത്തും ഒരുപാട് വേദനകൾ പേറി ജീവിതം ഒരു കയ്പ് നീരിനാൽ കുടിച്ചിറക്കുന്ന അവസ്ഥയാണ് പല ആളുകൾക്കും മുന്നിലുള്ളത്. നാം എല്ലാവരും ഡോക്ടറെ കാണിക്കുന്നതാണ്, മരുന്ന് കഴിക്കുന്നവരാണ്. അതൊക്കെ നാം ചെയ്യുകയും ഒപ്പം തന്നെ നമുക്ക് വിശ്വാസപരമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ രോഗങ്ങൾക്കും മറ്റും ഒരു ശമനം ലഭിക്കുന്നത്, വേദനകൾ ഇല്ലായ്മയാകുന്നത്. അത്തരത്തിലുള്ള വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഞാൻ ഈ പറയുന്ന ആത്മീയ വഴി എല്ലാവരും ജീവിതത്തിൽ പകർത്തുക. ഏതാണ് ആ ആത്മീയ വഴി? നമുക്കെല്ലാവർക്കും വളരെ ഈസിയായി എളുപ്പമായി ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ്. ആദ്യമായിക്കൊണ്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നല്ല നല്ല കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി അഭിപ്രായം അറിയിക്കുക. നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹം പോലെ മറ്റുള്ളവർക്കും ഇതിന് ലഭിക്കണം, മറ്റുള്ളവരും ഇത് കണ്ട് മനസ്സിലാക്കണം. ഒരറിവ് മറ്റുള്ളവർക്കും നാം പകർന്നു കൊടുക്കുമ്പോൾ അവരും അത് ആസ്വദിക്കണമെന്ന ലക്ഷ്യത്തോടെ മറ്റുള്ളവരിലേക്കും നാം ഷെയർ ചെയ്യുക എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ചെയ്യേണ്ട അമൽ ഏതാണ്? ആദ്യം നമുക്കറിയുന്ന ഒരു 11 സ്വലാത്ത്, അത് ഏത് സ്വലാത്തുമാകാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം എന്നോ, സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ, അങ്ങനെ തുടങ്ങി നമുക്കറിയാവുന്ന ഒരു സ്വലാത്ത് 11 തവണ നാം ചൊല്ലുക. അതിനുശേഷം 100 തവണ നാം എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നാം പറയുക. അതിനുശേഷം അപ്പോൾ ആദ്യത്തെ അമൽ എന്താണ്? 11 തവണ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലി അതിനുശേഷം 100 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് പിന്നെ നാം അവസാനിപ്പിക്കേണ്ടത് വീണ്ടും ആ 11 സ്വലാത്ത് കൊണ്ടാണ്. ആ 11 സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നാം അവസാനിപ്പിച്ച് വേദനയുള്ള ഭാഗത്തിൽ നാം ഇഷ്ഫി എന്ന് പറയുക. ഇഷ്ഫി എന്നതിൻ്റെ അർത്ഥം അല്ലാഹുവേ നീ ഷിഫയാക്ക്, നീ പരിപൂർണമായ ഷിഫ നൽകുക എന്നാണ് അർത്ഥം. അങ്ങനെ ഇഷ്ഫി എന്ന് പറഞ്ഞ് അവിടെ മന്ത്രിക്കുക ആ വേദനയുള്ള ഭാഗത്ത്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് ശമനം ലഭിക്കും, ഒരു കാവൽ ലഭിക്കും. വേറെ രീതിയിലും നമുക്ക് ചെയ്യാം. ഇങ്ങനെ 11 തവണ ആദ്യം സ്വലാത്ത് ചൊല്ലി ബിസ്മി 100 തവണ പറഞ്ഞ് വീണ്ടും 11 തവണ സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് വെള്ളത്തിലോ മറ്റോ മന്ത്രിച്ച്
അത് കുടിക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും പുറത്തുമുള്ള എല്ലാ വേദനകൾക്കും ഒരു ശമനം ആത്മീയമായ വഴിയിലൂടെ ലഭിക്കുന്നതാണ് എന്നാണ്. എല്ലാവരും അത് പതിവാക്കുക. നിത്യജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വരുന്നതാണ്. ഏത് വേദനയാവട്ടെ, ആ വേദനയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, നമ്മൾ ചെയ്യുന്ന ആത്മീയ വഴികളിലൂടെയുള്ള പ്രവൃത്തിയാണ് അതിൽ നമുക്ക് ശമനം ലഭിക്കാൻ, കാവൽ ലഭിക്കാൻ കാരണമാകുന്നത്. എല്ലാവരും ചെയ്യുക, ദുആ ചെയ്യുക, പരസ്പരം സൗഹാർദ്ദങ്ങൾ പങ്കിടുക. ആർക്കും ഒരു രോഗമോ പ്രയാസമോ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി, ആയുരാരോഗ്യവും കിട്ടാൻ വേണ്ടി എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദുആകളിലൊക്കെ എപ്പോഴും ഉൾപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.